വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മൾ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ CSEB പരീക്ഷകളിലെ മാത്സിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ റീസണിങ് ആണെങ്കിൽ കൂടി മാത്സിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചാപ്റ്ററുകളുണ്ട്. അതിലൊരു ചാപ്റ്ററാണ് ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ കുറേ ചാപ്റ്ററുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചാപ്റ്ററുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ടൈം ആൻഡ് വർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ഓരോന്നും ഇവിടെ ബോർഡിൽ കാണാൻ സാധിക്കും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഒരു ബുക്കിനകത്തേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. തൊട്ടടുത്ത അതേ മോഡലിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം. ഞാൻ ചെയ്ത എനിക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള ആൻസർ കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലാതെ ചുമ്മാ മാത്സിൻ്റെ കാര്യത്തിൽ വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് കളയരുത്. മാത്സിൻ്റെ ചോദ്യങ്ങൾ മാത്സിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ പ്രത്യേകം കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും ഒരു പേനയും മസ്റ്റായിട്ട് ഉണ്ടാവണം. ഞാനിവിടെ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ മെത്തേഡ് നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്ത ചോദ്യം ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: A will do a piece of work in 10 days and B will do the same piece of work in 15 days. കണ്ടുപിടിക്കേണ്ടത് the number of days required to complete the work if both are combined. അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ ബി ആണെങ്കിൽ അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. കണ്ടോ, ആണെങ്കിൽ 10 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് തനിയെ, ബി ആണെങ്കിൽ 15 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM മെത്തേഡാണ്. ടൈം ആൻഡ് വർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തെടുക്കുന്ന മെത്തേഡ് LCM മെത്തേഡാണ്. LCM മെത്തേഡ്. LCM കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ടൈം ആൻഡ് വർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും നിസ്സാര സമയം കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്യുന്ന മെത്തേഡ് LCM മെത്തേഡ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ പറയുന്നു, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. സോ അങ്ങനെയാണെങ്കിൽ 10ഉം 15ഉമാണ് തന്നിരിക്കുന്ന ദിവസങ്ങൾ, LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. സോ 10ൻ്റെയും 15ൻ്റെയും LCM നമ്മൾ സാധാരണ ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് വരച്ച് കണ്ടുപിടിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കണം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും LCM. ഒന്നും കൂടെ, അതായത് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കണം. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ തന്നെയാണ് LCM. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 15ആണ്. 15നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ 30 ആണ്. 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ 30ആണ് LCM. കണ്ടോ, 30ആണ് LCM. അതിനെ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക, ആകെ ജോലിയായിട്ട് അങ്ങ് പരിഗണിക്കുക. അപ്പോൾ ആകെ ജോലി എന്ന് പറഞ്ഞാൽ 30ആണ് എന്ന് മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ചോണം,
എടാ മക്കളെ, 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത് ആര്? എ. 10 ദിവസം കൊണ്ട് 30 ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും 30/10 3 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാല് ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. അതേപോലെ ബി എന്ന് പറയുന്ന ആള് 15 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് ജോലി എത്ര എന്ന് ചോദിച്ചാല് 30/15 ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. അപ്പോൾ എ തനിയെ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്. അതേപോലെ ബി തനിയെ ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. നമ്മുടെ ചോദ്യം എയും ബിയും കൂടെ ഒരുമിച്ചാൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം 3ഉം 2ഉം 5 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം കൊണ്ട് 5 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ട എത്ര ജോലിയാ? നമുക്ക് തീരേണ്ടത് 30 ജോലിയാണ് തീരേണ്ടത്. സോ ആ 30 ജോലി തീരാന് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ദിവസം ഇവന്മാര് രണ്ടുപേരും കൂടെ 5 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 30 ജോലിയാണ്. ആ 30 ജോലി തീരാന് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 30 ജോലി തീരാന് 6 ദിവസം പോരെ? അല്ലെങ്കിൽ 30നെ 5 കൊണ്ട് ഹരിച്ചാലും പോരെ? 30നെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഉത്തരം 6 എന്ന് വരും. അതായത് 6 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകും എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 6 ദിവസം കൊണ്ട് 6 × 5 30 ജോലിയും തീരും. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ മോഡലില് ഇതാണ്ട് വരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഈ ചോദ്യം സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും കേട്ടോ. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 4 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ കമ്പൈൻഡ് ആയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ ആ ജോലി പൂർത്തിയാകാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ചെയ്യാം. ഇവിടെ മക്കളെ, എ ഒരു ജോലി 6 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് കണ്ടോ. ബി ആണെങ്കിലോ 4 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 6ന്റെയും 4ന്റെയും LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഞാൻ പറഞ്ഞു LCM കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തന്നു. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കണം. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. ആ 6നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. ഇവിടെ മക്കളെ, 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ 6 2 12. 12നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ 12 ആണ് LCM. 12 ആണ് LCM. അതാണ് ടോട്ടൽ വർക്ക്. അതാണ് ടോട്ടൽ വർക്ക്. ആകെ ജോലി 6 ദിവസം കൊണ്ട് 12 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 6 ദിവസം കൊണ്ട് 12 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ് അല്ലെ? 12/6 2 ആണ്. എടാ 4 ദിവസം കൊണ്ട് 12 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്. 12/4 3 ആണ്. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 2 3 5 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം ഒരുമിച്ച് അവർ ചെയ്യുവാണെങ്കിൽ എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 12 ജോലിയാണ്. ആ 12 ജോലി പൂർത്തിയാകാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ 12 ജോലി പൂർത്തിയാകാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 12നെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ? 12നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമ്മൾ 12നെ 5 കൊണ്ട് ഹരിച്ചാൽ ആൻസർ ആയി. 12നെ കറക്റ്റായിട്ട് 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല.
സൈഡിലേക്ക് മാറ്റി ചെയ്യണം. സോ 12 ഞാൻ 5 കൊണ്ട് ഹരിച്ചു, 2 5 10, ശിഷ്ടം 2 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അങ്ങ് എഴുതിയാൽ മതി. ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർ ദിശയിലെ നമ്പർ അറേഞ്ച് ചെയ്യുക. ആദ്യം ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് എഴുതുക. കോഷ്യന്റ് എഴുതി. പിന്നെ ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം എഴുതണം. ആ ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം അതായത് റിമൈൻഡർ എഴുതണം. കണ്ടോ? ഉത്തരം 2ഉം 5ൽ 2 ദിവസം എന്നെഴുതി അവസാനിപ്പിച്ചാലേ 1 മാർക്ക് നമ്മുടെ പെട്ടിയിൽ വരും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ടൈം ആൻഡ് വർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തെടുക്കുന്നത് LCM മെത്തേഡ് വഴിയാണ്. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെത്തേഡിന് പറയുന്നത് LCM മെത്തേഡാണ്. നമ്മൾ LCM കണ്ടുപിടിക്കാൻ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിച്ചാൽ മതി. ദേ വരുന്ന 3ാമത്തെ ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ. ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ നമ്മൾ എഴുതി വെച്ചു, ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 3 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. ബി ആണെങ്കിൽ 3 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഇവര് കമ്പൈനായിട്ട് വർക്ക് ചെയ്താൽ, അതായത് A+B ആണ് കണ്ടുപിടിക്കേണ്ടത്. കമ്പൈനായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചത്. കമ്പൈനായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകും എന്ന ചോദ്യം. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. സോ 6ന്റെയും 3ന്റെയും LCM കണ്ടുപിടിക്കുക, അതാണ് ടോട്ടൽ വർക്ക്. അതാണ് ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ആകെ ജോലി. 6 3 ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. ആ 6നെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഏറ്റവും വലിയ സംഖ്യയായ 6 തന്നെയാണ് LCM. അപ്പൊ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ തന്നെയാണ് LCM. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോവുക. അവിടെ നടന്നില്ലെങ്കിൽ അതിനടുത്ത മൾട്ടിപ്പിളിലേക്ക് പോവുക. പരമാവധി ഒരു 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയ 4ാമത്തെ മൾട്ടിപ്പിളിന് അപ്പുറത്തേക്ക് പോകാറില്ല എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ. ഇനി 6 ദിവസം കൊണ്ട് 6 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 1 ജോലിയാണ് ചെയ്യുന്നത്. 6/6 1. എടാ മക്കളെ, 3 ദിവസം കൊണ്ട് 6 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. 6/3 2 മനസ്സിലായി. അങ്ങനെ എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 ജോലിയാണ് ഒരു ദിവസം അവർ ചെയ്യുന്നത്. എടാ, ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലി, നമുക്ക് തീരേണ്ടത് 6 ജോലി. 6 ജോലിയാണ് തീരേണ്ടത്. ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം 3 ജോലി ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസവും അതേപോലെ 3 ജോലി ചെയ്തുകൊണ്ട് ആ 2 ദിവസം കൊണ്ട് ജോലി അവസാനിക്കും എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ 6നെ 3 കൊണ്ട് ഹരിച്ചാലും മതി. 6നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം 2 ദിവസം എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ആൻസർ കിട്ടിയ കണ്ടോ? ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A and B together complete a piece of work in 24 days. അതായത് എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നമ്മൾ എഴുതിയെടുക്കാൻ പോവാണേ. എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നമ്മൾ എഴുതി വെച്ചു. എ അലോൺ ഇൻ 40 days. എ മാത്രമായിട്ടാണെങ്കിൽ അത് 40 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ബി അലോൺ. കണ്ടോ? അതായത് ബി തനിയെ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A+B അവർ തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മെത്തേഡ് LCM മെത്തേഡ്. എന്താണ്? തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 24ന്റെയും 40ന്റെയും LCM എടുക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. അതാണ് ആകെ ജോലി. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക്. ഏറ്റവും വലിയ സംഖ്യ 40 ആണ്. 40നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 40ന്റെ അടുത്ത മൾട്ടിപ്പിൾ 80 ആണ്.
80നെയും 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 40ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 120 ആണ്. 120നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 120 ആണ് LCM. അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 24 40 എന്ന് എഴുതിയിട്ട് വരച്ച് ഘടകക്രിയ ചെയ്തുകൊണ്ട് LCM കണ്ടുപിടിച്ചാലും മതി. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. സോ ഇഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ LCM കിട്ടി, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിച്ചു. 24 ദിവസം കൊണ്ട് 120 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയാണ്. എങ്ങനെയാണ് 5 കിട്ടിയത്? 120നെ 24 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 24 ദിവസം കൊണ്ടാണ് 120 ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. 40 ദിവസം കൊണ്ട് 120 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 40 ദിവസം കൊണ്ട് 120 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെന്ന് പെട്ടെന്ന് മനസ്സിലായി. 120നെ 40 കൊണ്ട് ഹരിച്ചാൽ 3 വരും. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. എ തനിയെ 3 ജോലി ചെയ്യും ഒരു ദിവസം. എയും ബിയും കൂടെ 5 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. എ മാത്രമായിട്ട് 3 ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ബി തനിയെ എത്ര ജോലി ചെയ്യും? 2 ജോലി. എയും ബിയും കൂടെ 5 ജോലിയാണ് ചെയ്യുന്നത്. അതിൽ എ മാത്രം 3 എണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 എണ്ണം ആരാ ചെയ്യുന്നത്? ബിയാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ബി തനിയെ ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. ബി ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് എത്ര ജോലിയാ? 120 ജോലിയാണ് തീരേണ്ടത്. ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്താൽ 120 ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ 120 ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ പോരെ? മതി. കാരണം ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 120 ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുക്കും എന്നാ ചോദ്യം. നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഒരു ദിവസം 2 ആണെങ്കിൽ 60 ദിവസം കൊണ്ട് 60 × 2 120 തീരും. അല്ലെങ്കിൽ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 120നെ 2 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഉത്തരം 60 ദിവസം എന്ന് വരും ആൻസർ. സിമ്പിൾ. ഉത്തരം 60 ആണ്. 60 ദിവസമാണ് അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് A+Bയും എയും തന്നിട്ട് ബി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ ശ്രദ്ധിച്ചോ. എയും ബിയും കൂടെ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ 8 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ ഹിംസെൽഫ്. അതായത് ബി എന്ന് പറയുന്ന വ്യക്തി തനിയെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. സെയിം മെത്തേഡ് വഴി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ഞാനൊന്ന് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചെയ്തെടുത്തിട്ട് വന്നാൽ മതി. എയും ബിയും കൂടെ ഒരു ജോലി 6 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. എയും ബിയും കൂടെ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ അതേ ജോലി 8 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ആകെ ജോലിയായിട്ട് പരിഗണിക്കണം. ഏറ്റവും വലിയ സംഖ്യ 8 ആണ്. 8നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ 16 ആണ്. 16നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 8ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 8 3 24 ആണ്. 24നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ 24 ആണ് അവിടുത്തെ LCM. 24 ആണ് LCM. കണ്ടോ, അതാണ് ആകെ ജോലി, അതാണ് ആകെ ജോലി, അതാണ് LCM. അങ്ങനെ 6 ദിവസം കൊണ്ട് 24 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്നത് 4 ജോലിയാണെന്ന് മനസ്സിലായി. 24നെ 6 കൊണ്ട് ഹരിച്ച 4 വരും. 8 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. കാരണം 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 വരും. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. എടാ മക്കളെ, എയും ബിയും കൂടെ ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും കൂടെ
ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. അതിലെ എ തനിയെ 3 ജോലി ചെയ്യുന്നുണ്ട്. എ തനിയെ 3 ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ കണക്കായി പറയുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. അതില് 3 ജോലി ചെയ്യുന്നതും എ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു ജോലി അല്ലേ ബി ചെയ്യുന്നത്? ബാക്കിയുള്ള ഒരു ജോലിയാണ് ബി ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് മനസ്സിലായി. ബി എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ജോലി വെച്ച് ചെയ്താൽ 24 ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? എടാ, ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 24 ദിവസം കൊണ്ടല്ല 24 ജോലിയും തീരത്തുള്ളൂ. അപ്പൊ ആൻസർ 24 ആണ്. സിമ്പിൾ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 24നെ 1 കൊണ്ട് ഹരിച്ചാലും മതി. 24നെ 1 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഉത്തരം 24 ദിവസം എന്ന് വരും ആൻസർ. ഇതായിരുന്നു ഉത്തരം. കണ്ടോ, സിമ്പിളായിട്ട് ആൻസർ കിട്ടിയ കണ്ടോ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം? സ്പീഡ് ഡെവലപ്പ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. എയും ബിയും കൂടെ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. കണ്ടോടാ, നോക്കിക്കോ. എയും ബിയും കൂടെ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ, എ എലോൺ 18 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. എ തനിയാണെങ്കിൽ 18 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 12ന്റെയും 18ന്റെ എൽസിയം ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. 18നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 18ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് നിങ്ങൾ ചാടണം. 18ന്റെ അടുത്ത മൾട്ടിപ്പിൾ 36 ആണ്. 36നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ 36 ആണ് അവിടുത്തെ എൽസിയം. അതാണ് ടോട്ടൽ വർക്ക്. അല്ലെങ്കിൽ ആകെ ജോലി 36 ആണ്. 12 ദിവസം കൊണ്ട് 36 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്. 36/12 3 വരും. എടാ മക്കളെ, 18 ദിവസം കൊണ്ട് 36 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. 36/18 2 ആണ്. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് എയും ബിയും കൂടെ, ശ്രദ്ധിച്ചോണം, എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്. എയും ബിയും കൂടെ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. എ തനിയെ 2 ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി എന്ന് പറയുന്ന ആള് ബാക്കിയുള്ള ഒരു ജോലിയല്ലേ ചെയ്യുന്നത്? എയും ബിയും കൂടെ 3 ജോലി ചെയ്യുന്നുണ്ട്. അതിലെ 2 ജോലി ചെയ്യുന്നതും എ ആണെങ്കിൽ ബാക്കിയുള്ള ഒരു ജോലി ചെയ്യുന്നത് ആരാ? ബി ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ബി എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 36 ജോലിയാണ്. സോ ആ 36 ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ ആ 36 ജോലി പൂർത്തിയാകാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഒരു ദിവസം ഒരു ജോലി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 36 ജോലി പൂർത്തിയാകണമെങ്കിൽ 36 ദിവസം എടുക്കും. അല്ലെങ്കിൽ 36നെ 1 കൊണ്ട് ഹരിച്ചാലും മതി. 36നെ 1 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 36 എന്ന് വരും. കണ്ടോ, ആൻസർ 36 ദിവസം എന്നാണ് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ 2 ടൈപ്പ് ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എയും തരും ബിയും തന്നിട്ട് A+B കണ്ടുപിടിക്കാൻ പഠിച്ചു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ A+Bയും എയും തന്നിട്ട് ബി കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. അടുത്ത ടൈപ്പ് 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ 12 ടൈപ്പ് ഉണ്ട്. സോ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ പുതിയ നോട്ടിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് CSEBയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ വാരി കൂട്ടിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. സോ ഇത്രയും നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ആപ്പിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. സോ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
സോ മാക്സിമം റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഈ ഒരു ഉദ്യമത്തിലേക്ക് നിങ്ങൾ ഇനിയും നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ മാക്സിമം ഈ ഒരു സാഹചര്യം കൂടി, ഈ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു കാലഘട്ടമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും ഏറ്റുമുട്ടാം, കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.